അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ഇപ്പോൾ ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, ഏത് വിധത്തിലാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ? ആരൊക്കെയാണ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി പോയിരിക്കുന്നത്? ലക്ഷ്മി, 7:50 പ്രധാനമന്ത്രി വ്യോമസേനയുടെ പ്രത്യേക തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും. വ്യോമസേനയുടെ തന്നെ ടെക്നിക്കൽ ഏരിയയിലാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക. ഇവിടെ നിന്നും വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി രാജ്ഭവനിലേക്ക് റോഡ് മാർഗം പോകും. പ്രധാനമായും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി MP ശശി തരൂർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മേയർ ആര്യ രാജേന്ദ്രൻ, ചീഫ് സെക്രട്ടറി, DGP, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഇപ്പോൾ ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ കോൺവോയ് വാഹനം ഈ ടെക്നിക്കൽ ഏരിയ കടന്ന് റോഡ് മാർഗമായിരിക്കും രാജ്ഭവനിലേക്ക് എത്തിച്ചേരുക. ഈ രാജ്ഭവനിലേക്ക് എത്തുന്ന ഈ വഴിയിൽ തന്നെ പ്രധാനമായും യൂണിവേഴ്സിറ്റി കോളേജിന് സമീപവും വെള്ളയമ്പലത്തും, രാജ്ഭവന് സമീപത്ത് വെള്ളയമ്പലത്തും പ്രധാനമന്ത്രിക്ക് സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു 4 മണിയോടുകൂടി തന്നെ BJP പ്രവർത്തകർ മാത്രമല്ല ഒത്തിരി ജനങ്ങൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഈ റോഡിന്റെ വശങ്ങളിലൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. പോലീസിന്റെ വലിയ സുരക്ഷ പ്രധാനമന്ത്രിയുടെ ഈ വരവോടുകൂടി ഒരുക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവും ഇതിന്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പോകുന്ന വഴികളിലൊക്കെ തന്നെ പോലീസിന്റെ വലിയ വിന്യാസം തീർത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തന്നെ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി രാജ്ഭവനിലായിരിക്കും പ്രധാനമന്ത്രി തങ്ങുക. അതിനുശേഷം നാളെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഡിയം ഹെലികോപ്റ്റർ മുഖേന വിഴിഞ്ഞത്ത് എത്തിച്ചേരും. വിഴിഞ്ഞത്ത് എത്തിയതിനു ശേഷം MSCയുടെ തന്നെ ഒരു പ്രധാന ചരക്ക് കപ്പൽ നാളെ എത്തുന്നുണ്ട്. ആ ചരക്ക് കപ്പലിനെ പ്രധാനമന്ത്രി സ്വീകരിക്കും. ശേഷം വിഴിഞ്ഞത്തെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തും. തുറമുഖം പ്രദേശവുമൊക്കെ അദ്ദേഹം ചുറ്റിക്കാണും. അതിനുശേഷം 11 മണിയോട് കൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് ഏകദേശം 1 മണിക്കൂറാണ് സമയം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. 12:30 ഇവിടെ നിന്നും മടങ്ങും. ഈ വിധത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ തലസ്ഥാനത്തെ വരവ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4000-ഓളം പോലീസുകാരെയാണ് ഈ സുരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിച്ചേരും. ലക്ഷ്മി. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത് തലസ്ഥാനത്ത് നിന്ന്.